ഹായ്, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഇന്ന് നമ്മൾ സോഹോ പേറോളിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് സോഹോ ബുക്സ് യൂസ് ചെയ്യുന്ന ഒരു യൂസർ സോഹോ പേറോൾ ആക്സസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സോഹോ പേറോൾ എന്ന് കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് ആക്സസ് പേറോൾ എന്ന് വരും. ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ജോയിൻ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെയിം വരുന്നുണ്ട്, ലൊക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി വരുന്നുണ്ട്. ഇനി അഡ്രസ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഹാവ് യു റൺ പേറോൾ ഇയർലിയർ ഇൻ ദിസ് ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഇപ്പം തുടങ്ങിയിട്ട് ഇത് ജൂൺ മാസമായി. അപ്പം നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ പേരണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ യെസ് കൊടുക്കാം. ഇല്ല നമ്മൾ ഏപ്രിൽ തൊട്ടുള്ള പേറോൾ ഇവിടുന്ന് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നോ കൊടുത്താൽ മതി. നമ്മളിവിടെ യെസ് കൊടുത്ത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്ക് ഇവിടെ ഉണ്ടാവും. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് കംപ്ലീറ്റ് നൗ എന്നുള്ളത് കൊടുത്ത് ഓരോ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതിയോ. ആദ്യം നമ്മളിവിടെ നമ്മുടെ കമ്പനിയുടെ പാൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ടാൻ നമ്പർ ഉണ്ടെങ്കിൽ ടാൻ നമ്പറും കൊടുക്കുക. ദെൻ ഡിഡക്ടർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എംപ്ലോയിൻ്റെ നെയിം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സേവ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഹോം ബട്ടണിലേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാക്സ് ഡീറ്റെയിൽസ് കംപ്ലീറ്റഡ് ആയിട്ട് കാണാം. അടുത്തത് പേ ഷെഡ്യൂൾ നമ്മൾ കോൺഫിഗർ ചെയ്യാനാണ്. അവിടെ നമ്മൾ കംപ്ലീറ്റ് നൗ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ വർക്കിംഗ് വീക്കാണ് കൊടുക്കേണ്ടത്. മൺഡേ ടു സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേയും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ല മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എന്നാണ് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ സാലറി കാൽക്കുലേഷൻ്റെ ബേസ് എന്താണെന്നാണ്. ചില കമ്പനീസ് ആക്ച്വൽ ഡേയ്സിൻ്റെ മന്ത് ആയിരിക്കാം. ഒരു മന്തിൽ 28 ഡേയ്സ് ആണെങ്കിൽ 28ൻ്റെ ബേസ് ചെയ്ത് സാലറി പേ ചെയ്യും. അല്ല 31 ആണെങ്കിൽ അതിന് ബേസ് ചെയ്ത് പേ ചെയ്യും. പക്ഷേ ചില കമ്പനീസ് ഒരു എല്ലാ മാസവും ഒരു നോർമൽ ഡേ എടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മാസം ഒരു 25 ഡേയ്സിനെ ബേസ് ചെയ്താണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 25 എന്നുള്ള ഡേറ്റ് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത് നമ്മുടെ ഒരു മന്തിൻ്റെ എൻഡാണോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നെക്സ്റ്റ് മന്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് മന്തിൻ്റെ ഏത് ഡേയിലാണോ കൊടുക്കുന്നത് ആ ഡേ കൊടുക്കുക. അപ്പോൾ 5th ആണെങ്കിൽ 5th എന്ന് കൊടുക്കുക. ഇനി അടുത്ത് ചോദിക്കുന്നത് സോഹോ ബുക്സിൽ നമ്മൾ പേറോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലാണെങ്കിൽ മെയ് 2025 എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് പീരീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ജൂൺ 6th എന്ന് വന്നോളൂ. ദെൻ നമ്മളിവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു പേ ഷെഡ്യൂളും ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് സാലറീൻ്റെ കോമ്പണൻസ് ആണ്. സോഹോ പേറോളിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇത്രയും കോമ്പണൻസ് തരുന്നുണ്ട്. ബേസിക്, HR, കൺവെയൻസ്, ഫിക്സഡ് അലവൻസ്, ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കൂടാതെ നമുക്കൊരു കോമ്പണൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏണിങ്സിൻ്റെ ആണെങ്കിലും ഡിഡക്ഷൻ്റെ ആണെങ്കിലും നമുക്ക് കോമ്പണൻറ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ മാർക്കാസ് കംപ്ലീറ്റഡ് എന്നുള്ളത് കൊടുക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് എംപ്ലോയീസിനെയാണ്. നമുക്ക് എംപ്ലോയിനെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ എംപ്ലോയീസിൽ വന്നിട്ട് ആഡ് എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമ്മൾ എംപ്ലോയിൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. എംപ്ലോയിൻ്റെ ID നമ്മൾ കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ജോയിനിങ് ഉള്ളത് കൊടുക്കുന്നു. അവരുടെ വർക്ക് ഇമെയിൽ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഫോൺ നമ്പർ നമുക്കിവിടെ കൊടുക്കാം. ഈ എംപ്ലോയി നമ്മുടെ ഈ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എംപ്ലോയിൻ്റെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൊടുക്കാം. അതേപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷൻ നമുക്കിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. ദെൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലെ തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാം.
പോർട്ടൽ ആക്സസ് കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പോർട്ടൽ ആക്സസ് കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പോർട്ടലിൽ കയറിയിട്ട് പേ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ സാലറീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. പോർട്ടൽ ആക്സസ് നമ്മളിപ്പം കൊടുക്കണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്താൽ മതിയാവും. അതിനുശേഷം സ്റ്റാറ്റുട്ടറി കോമ്പോണൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷനും പ്രൊഫഷണൽ ടാക്സ് ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ESIയും അതേപോലെ തന്നെ PFും ഉള്ളവരാണെങ്കിൽ അത് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനും കൂടി ഇവിടേക്ക് വരുന്നുണ്ടാവും. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ സാലറീൻ്റെ കോമ്പണൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആനുവൽ CTC നമ്മളിവിടെ കൊടുക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴേക്ക് നമുക്ക് അതിൻ്റെ സ്പ്ലിറ്റ് ഒക്കെ വരുന്നുണ്ടാവും. ഈ സാലറി സ്ട്രക്ചറിൻ്റെ ഒരു ക്രിയേഷൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇപ്പം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൊടുക്കുക. ദെൻ ഫാദറിൻ്റെ നെയിം കൊടുക്കുക. പാൻ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുന്നു. ദെൻ അടുത്തത് ഇതിൻ്റെ പേയ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഈ എംപ്ലോയിക്ക് സാലറി പേ ചെയ്യുന്നത് ക്യാഷും ആണോ അല്ലെങ്കിൽ ചെക്കാണോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മളിവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുത്തിട്ട് അവരുടെ ബാങ്കിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡും കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു എംപ്ലോയിൻ്റെ പ്രൊഫൈൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് കോൺഫിഗർ പ്രയർ പേറോൾ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പ്രയർ പേറോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്താൽ മതിയാവും. അതിനുശേഷം കണക്ട് വിത്ത് സോഹോ ബുക്സ്. നമ്മൾ ഓൾറെഡി സോഹോ ബുക്സിൽ നിന്ന് തന്നെയാണ് ഇത് ആക്സസ് ചെയ്തുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണക്ട് ചെയ്താൽ മതിയാവും എക്സിസ്റ്റിംഗ് സോഹോ ബുക്സുമായിട്ട്. ഇത് സോഹോ ബുക്സുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോഹോ ബുക്സിലേക്ക് നമ്മൾ സാലറീൻ്റെ പേറൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേയ്മെൻറ്റ് എൻട്രിയും അതേപോലെ തന്നെ നമ്മളൊരു പേറൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊവിഷൻ എൻട്രിയും ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ആവും. പ്രൊവിഷൻ എൻട്രി എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു മാസത്തെ സാലറി കൊടുക്കുന്നത് നെക്സ്റ്റ് മന്തിലാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ മാസം തന്നെ നമുക്കതിൻ്റെ എക്സ്പെൻസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബുക്ക് ആവണം. അപ്പം സോഹോ പേറോൾ ചെയ്യുന്നത് നമ്മളൊരു പേറൺ ക്രിയേറ്റ് ചെയ്ത് നമ്മളത് അപ്രൂവ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സാലറി എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് എംപ്ലോയിൻ്റെ സാലറി പേയബിൾ അക്കൗണ്ടിലേക്ക് ഒരു എൻട്രി പോസ്റ്റ് ആവും. അതിനുശേഷം നമ്മളിവിടെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് എൻട്രിയും അവിടേക്ക് പോകും. പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ബാങ്കിനെ അല്ലെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ഒരു പേയ്മെൻറ്റ് എൻട്രിയും പോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോഹോ ബുക്സിൽ ഒരു എൻട്രി ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ പേറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഒരു സോഹോ പേറോൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞു പോകാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് മോഡ്യൂൾസ് കാണുന്നത് സോഹോ ബുക്സ് പോലെ തന്നെ. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് എംപ്ലോയീസ് ആണ്. ഇവിടെ നമ്മളൊരു എംപ്ലോയിനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എംപ്ലോയിനെ ആഡ് ചെയ്ത് കാണിച്ചു. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് സാലറി കോമ്പോണൻസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മളൊരു എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് പേറൺ എന്നുള്ള ഓപ്ഷനാണ്. ഈ പേറണിലാണ് നമ്മൾ ഒരു മന്തിലെ ഓരോ എംപ്ലോയീസിൻ്റെയും പേറൺ ക്രിയേറ്റ് ചെയ്യുന്നത്. പേറൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സാലറീൻ്റെ ഷീറ്റ്, ഒരു സാലറി ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പേയ്മെൻറ്റും ഇവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് അപ്രൂവൽസ് ആണ്. അപ്രൂവൽസിൽ വരുന്നത് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ അപ്രൂവലാണ്. റീഇംബേഴ്സ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് ഒരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് അത് ക്ലെയിം ചെയ്യാനായിട്ട് വരികയാണ്. അപ്പം നമ്മളത് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്രൂവൽ സെറ്റപ്പ് കൊണ്ടുവരാം. അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി TDS പേജ് ആൻഡ് ലൈബിളായി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സോഹോ ബുക്സിൽ ആ TDSൻ്റെ കട്ടിങ് വരും ആ പേറൺ ചെയ്യുന്ന സമയത്ത്. അപ്പം അവ എംപ്ലോയി പറയുകയാണ് എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ TDSന് എനിക്കിപ്പോൾ കട്ട് ചെയ്യേണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ എംപ്ലോയി അവരുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അവരുടെ TDS ആ പേറണിൽ നിന്നും റിമൂവ് ആയി പോകുന്നുണ്ടാവുക. അടുത്തത് സാലറി റിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് വെച്ച് നമ്മൾ എംപ്ലോയീസിന് സാലറി റിവൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ റിവിഷൻ നമുക്ക് അപ്രൂവ് ചെയ്യാം. അതേപോലെ തന്നെ ബൾക്കായിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോം 16 എന്ന് പറയുന്നത് നമ്മൾ ടാൻ നമ്പറൊക്കെ കൊടുത്ത് ഈ ഒരു പോർട്ടലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോം 16 ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ സോഹോ തരുന്നുണ്ട്. ദെൻ ലോൺസ് ആണ്. ലോൺസ് എന്ന് പറയുന്നത് സാലറീൻ്റെ അഡ്വാൻസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സാലറി അഡ്വാൻസിൻ്റെ സോഹോ ഇവിടെ നെയിം ചെയ്തിരിക്കുന്നത് ലോൺസ് എന്നാണ്. ഒരു എംപ്ലോയി ഇപ്പോൾ ഒരു സാലറി അഡ്വാൻസ് എടുക്കുന്ന സമയത്ത് നമ്മളതൊരു ലോണായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലോൺ നെയിം സാലറി അഡ്വാൻസ് എന്ന് കൊടുത്തിട്ട് എംപ്ലോയിനെ ടാഗ് ചെയ്തിട്ട് എമൗണ്ടും കൊടുക്കുക. ഇവിടെ നമുക്ക് അവരുടെ ആ ഒരു
നമ്മളത് ഏത് സാലറിയിലാണ്, ഏത് പേയ്മെന്റിലാണ് നമ്മൾ തിരിച്ചത് പിടിക്കുന്നത് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മന്തിലെ സാലറിയിൽ നിന്ന് ആ എമൗണ്ട് കട്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ കാൽക്കുലേഷൻ വരുന്നുണ്ടാവുക. അടുത്തത് ഗിവിംഗ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ക്യാമ്പയിൻ വെച്ചിട്ടോ എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ ഗിവിംഗ് എന്നുള്ള ഓപ്ഷനിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ എംപ്ലോയിയുടെ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോഹോ ബുക്സ് നമ്മൾ ഈ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.